5 സുന്ദരികൾ ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ലൈറ്റൊക്കെ ഇതെന്താ ഈ സംഭവം? പത്മ, ഗസ്റ്റുകൾ ഏകദേശം എത്ര പേരുണ്ടാവും? ഞാൻ കുറെ പേര് വിളിച്ചിട്ടുണ്ട്. എത്ര പേര് വരുമെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞാ പറ്റൂ? നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്യാനുള്ളതല്ലേ? അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഹലോ, ഞാൻ വരാം. വരുന്നു. അച്ഛാ, എന്താ സംഭവം? ഇതെന്താ ലൈറ്റൊക്കെ? ഓ, വീട് ടോട്ടലി ചേഞ്ച് ആയിരിക്കുന്നല്ലോ. നാളെ ഇവിടെ സുഹാസിനി പൂജയല്ലേ? എന്താ സംഭവം? അത് വീട്ടിലെ സുമംഗലികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പൂജയാ. നാളെ രാവിലെയാ പൂജ. നീ നിർബന്ധമായിട്ട് ഇവിടെ ഉണ്ടാവണം. നോ 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 നോ, എനിക്ക് ഈ പൂജയ്ക്കൊന്നും നിൽക്കാൻ പറ്റില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് 1-2 പേരെ മീറ്റ് ചെയ്യാനുണ്ട്. അതൊന്നും മാറ്റി വയ്ക്കാൻ പറ്റില്ല. എടാ, വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോ എല്ലാവരും ഉണ്ടാവാതെ എങ്ങനെയാ? എന്റെ അച്ഛാ, അങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ അത് എന്നോട് പറയണമായിരുന്നു. ഇതിപ്പോ ഞാനൊരു മീറ്റിംഗ് കമ്മിറ്റ് ചെയ്ത് പോയില്ലേ? അച്ഛൻ എത്ര നിർബന്ധിച്ചാലും ശരി, ഞാൻ മീറ്റിംഗ് മാറ്റി വയ്ക്കുന്ന പ്രശ്നമില്ല. വെറുതെ എന്തിനാ അവനെ നിർബന്ധിക്കുന്നേ? അവ ഇല്ലെങ്കിൽ വേണ്ട. പൂജ നടക്കാൻ അവൻ വേണമെന്ന് നിങ്ങൾക്ക് എന്താ നിർബന്ധം? ഇതുവരെ നമ്മള് എന്തൊക്കെ ചടങ്ങ് നടത്തിയിട്ടുണ്ടോ അതൊക്കെ ഇവൻ കുഴപ്പാക്കിയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോ ഇവനില്ലെങ്കിൽ ഈ ചടങ്ങ് കൃത്യമായിട്ട് നടന്നോളൂ, അല്ലേ മമ്മി? വളരെ പ്രധാനപ്പെട്ട ഒരാള് പങ്കെടുക്കുന്ന ഒരു ചടങ്ങാ. അതിന്റെ മാന്യത കളയാൻ എനിക്ക് താല്പര്യമില്ല. അതെ, നാളെ എന്താ ആഴ്ച? നാളെ ബുധനാഴ്ച. അയ്യോ അയ്യോ, എനിക്ക് ദിവസം തെറ്റിപ്പോയി അച്ഛാ. സത്യത്തില് ഞാൻ അവന്മാരെ കാണാന്ന് പറഞ്ഞിരിക്കുന്നത് വ്യാഴാഴ്ച. അപ്പൊ നാളെ എനിക്ക് ഒരു പ്രോഗ്രാമും ഇല്ല. ഐ ആം ഫ്രീ. നമ്മുടെ വീട്ടിലെ പൂജയല്ലേ, വളരെ പ്രധാനപ്പെട്ട ആളുകൾ വരുന്ന ചടങ്ങൊക്കെ അല്ലേ? ആണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അതെനിക്കിഷ്ടപ്പെട്ടു. ഉണ്ടാവണ്ടേ? പിന്നെ വേണ്ട അച്ഛാ. വേണം. ഞാനിവിടെ ഉണ്ട്. ഞാനേ ഇവിടെ ഇല്ലാതെ അങ്ങനെ ആരെയും പൂജിക്കണ്ട. അളിയ, സത്യം പറ, അളിയന്റെ മീറ്റിംഗ് നാളെ തന്നെയല്ലേ? ഇതിപ്പോ ആന്റി പറഞ്ഞതുകൊണ്ട് മാറ്റി പറഞ്ഞതല്ലേ? അല്ലയാ അല്ലയാ, അങ്ങ് മനസ്സിലാക്കി കളഞ്ഞില്ല. കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത കവളാ കുത്തിയില്ലാതാക്കല്ലേ. മീറ്റിംഗ് നാളെ തന്നെയാ, പക്ഷേ ഞാൻ അതങ്ങ് ക്യാൻസൽ ചെയ്തു. കാരണം എനിക്ക് പത്മ മേഡത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പൂജയിലേ പങ്കെടുക്കണം. ഐശ്വര്യം കുറച്ച് എനിക്കും കൂടെ കിട്ടിക്കോളാന്നേ. എന്താ കുഴപ്പം? നോക്ക്, ഏതെങ്കിലും വിധത്തിൽ ഈ ചടങ്ങ് അലങ്കോലപ്പെടുത്താനാണ് നീ ഉദ്ദേശിക്കുന്നെങ്കിൽ ബാക്കി കൂടെ പറയാത്ത എന്താ? സൂര്യ, നീ ഇങ്ങോട്ട് വന്നേ. അല്ല ബാക്കി കൂടെ പറയട്ടെന്നേ, ഞാൻ കേക്കട്ടെ. നീ ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട, ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാ. ബാക്കി കേൾക്കാൻ. പൂജയ്ക്ക് ഞാൻ ഉണ്ടാവും. എനിക്ക് ഈ അടുത്ത കാലത്തായിട്ട് ഭക്തി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ കാണാൻ കേട്ടാ, ഞാൻ ഇവിടെ ഉണ്ടാവും. ഓക്കെ. മമ്മി
എന്ത് അബദ്ധമായി കാണിച്ച് മിണ്ടാതെ നിന്നിരുന്നെങ്കിൽ അവൻ ആ വഴിക്കങ്ങ് പോയേനെ. അതെ, അതൊന്നും പറയാൻ പറ്റില്ല. അളിയന്റെ സ്വഭാവം രാത്രിയും പകലും ഒരുപോലെ അല്ലല്ലോ. നേരം വെളുക്കുമ്പോൾ ചിലപ്പോ അത് മാറും. അവനില്ലായിരുന്നെങ്കിൽ നന്ദിനിയുടെ കഴുത്തിൽ താലി കെട്ടുന്ന ചടങ്ങ് നടക്കില്ലായിരുന്നു. ഇതിപ്പോ നാളെ പൂജ ആരംഭിച്ചു കഴിഞ്ഞാൽ മമ്മി അവള് ഒരേ പൊസിഷനിലാവും. മിണ്ടരുത്. അല്ല, കളിയാക്കാനാണെങ്കിൽ പോലും അങ്ങനെ ഒരു താരതമ്യം വേണ്ട. പത്മയ്ക്ക് എതിരാളിയാവാനുള്ള യോഗ്യത ഒന്നും അവക്കില്ല. നാളത്തെ പൂജ ഗംഭീരമാക്കാൻ അവൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിഗംഭീരമാക്കാനാണ് എന്റെ തീരുമാനം. അച്ഛാ, ഈ കാര്യത്തിൽ ഡിസിഷൻ എടുക്കേണ്ടത് അച്ഛനാ. ഞാൻ നാളത്തെ പൂജയ്ക്ക് നിൽക്കണോ വേണ്ടയോ? അച്ഛൻ നോ പറഞ്ഞാൽ പിന്നെ ഞാൻ ഈ വഴി വരില്ല. നിന്നോട് ഈ പൂജയ്ക്ക് പങ്കെടുക്കണമെന്ന് ആദ്യം പറഞ്ഞത് ഞാനല്ലേ, പിന്നെന്താ? ദാറ്റ്സ് ഓക്കെ. പക്ഷെ നിങ്ങളുടെ പെണ്ണുമ്പിള്ള, സോറി, അമ്മ, ഞാനേ ഈ ജില്ലയിൽ പോലും ഉണ്ടാവരുതെന്നാ ആഗ്രഹിക്കുന്നത്. നിന്നെ അവർ പേടിക്കുന്നത് നാളെ ഇവിടെ അത്യാവശ്യം ആൾക്കൂട്ടൊക്കെ ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാ. ആൾക്കൂട്ടത്തിന്റെ മുന്നിൽ വെച്ച് അവരെ നാണം കെടുത്തുന്നത് നിന്റെ ഒരു ശീലമാണല്ലോ. ദാറ്റ്സ് റോങ് റാഡി. അതെ, അവരായിട്ട് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കാതെ ഞാനായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ശീലമുണ്ടോ? അവര് സൈലന്റ് ആണെങ്കിൽ ഞാനും സൈലന്റാ. നമ്മൾ തമ്മിൽ കൊടുക്കൽ വാങ്ങലില്ല. അതെ, കിട്ടിയാൽ അത് തിരിച്ചു കൊടുക്കാനുള്ള വാശി. എടാ, സുഹാസിനി പൂജയ്ക്ക് ചില പ്രത്യേക ചടങ്ങുകളൊക്കെ ഉണ്ട്. ഓ, അതെന്താ? അത് പൂജാ മണ്ഡപത്തിന്റെ മുമ്പിൽ നിർത്തി വീട്ടിലുള്ള ദമ്പതികളെ കൊണ്ട് വീണ്ടും താലി കെട്ടിക്കും. നൈസ്. മുമ്പൊരിക്കൽ ആദിശേഷൻ തിരുമേനി വന്ന് നിങ്ങളെ കൊണ്ട് താലി കെട്ടിച്ചതും അനുഗ്രഹിച്ചതും ഒക്കെയാണ്. ഓരോ തവണ വിളക്കി ചേർക്കുമ്പോഴും ദാമ്പത്യം കൂടുതൽ കൂടുതൽ ഉറപ്പുള്ളതാവും. അതുകൊണ്ടാണ് നീയും നന്ദിനി ഈ പൂജയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നത്. അതായത് നാളെ ഈ സുഹാസിനി പൂജയുടെ മുമ്പിൽ നിന്ന് നമ്മൾ ഒന്നുകൂടെ താലി കെട്ടിയാൽ പിന്നെ ഞങ്ങൾ ഒരു കാലത്തും പിരിയില്ല എന്നൊരു ഗ്യാരണ്ടി ഉണ്ട്, അല്ലേ? ആചാരങ്ങൾ ആചാരങ്ങളുടെ വഴിക്ക് നടക്കും. ബാക്കിയെല്ലാം മനുഷ്യന്റെ തീരുമാനങ്ങളാണ്. അപ്രതീക്ഷിതമായി അവളുടെ കഴുത്തിൽ താലി കെട്ടിയപ്പോ അവള് നിന്റെ കൂടെ ഇത്രയും കാലം ഉണ്ടാവുമെന്ന് നീ പ്രതീക്ഷിച്ചോ? ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ എന്തോ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്ന് ദൈവത്തിനൊരു തീരുമാനമുണ്ട്. അതുകൊണ്ടല്ലേ ഇതിപ്പോഴും തുടരുന്നത്. പക്ഷേ അയാൾ ഇപ്പോഴും പോവാൻ നിൽക്കില്ല അച്ഛാ. അവളുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ നീ കണ്ടിട്ടുണ്ടോ?